ഹലോ ഗായ്സ്, നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അത് വെറും മാങ്ങാച്ചാറല്ല, പഴുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. അപ്പം ഞാനും അമ്മയും വെറുതെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ കുനുകുനാന്ന് അരിയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒന്ന് കുളിപ്പിക്കണം കേട്ടോ അതിനെ. എന്നിട്ട് കുനുകുനാന്ന് അരിയുക. പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എന്താ പറയുക, കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു കനമുള്ള ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ലോണം പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ നമ്മളെ എന്താ പറയുക, മുളക്, 2 ടൈപ്പ് മുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടു, പിന്നെ അച്ചാർ പൊടിയാണ് ഇട്ടത്. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടു കേട്ടോ, പഴുത്ത മാങ്ങ ആയതുകൊണ്ട്. ലാസ്റ്റ് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാർ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല കളർ വന്നു, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറച്ചും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ട ആ അച്ചാറിൻ്റെ ഒരു ചാറായിട്ട് വന്നില്ലേ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. നല്ലോണം അങ്ങനെ ഇളക്കി. ഞാനിത് കണ്ട് നോക്കിക്കഴിഞ്ഞ് കാണാൻ തന്നെ നല്ലൊരു ഇതിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുളിയൊക്കെ കറക്റ്റായി വരുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുകും ഉലുവയും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നപ്പോൾ നല്ല കളറാട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇത് മാത്രം മതി ചോറ് തന്നെയാണ്. കണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ബൈ.